ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രോമൻസ് അരുൺ ഡി ജോസാണ് സംവിധാനം. മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, അർജുൻ അശോകൻ, സന്ദീപ് പ്രതാപ്, ശ്യാം മോഹൻ, പിന്നെ കലാഭവൻ ഷാജോൺ, ബിനു പപ്പു, ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഈ ഒരു സിനിമ എനിക്ക് ടോട്ടാലിറ്റി ഒരു ആവറേജ് ഫീലാണ് തിയേറ്ററിൽ തന്നിട്ടുള്ളത്. കോമഡി ഒരു എന്റർടൈനർ മൂവി ആയിട്ടാണ്. ഇതിന് ആക്ച്വലി ഒരു ചേട്ടനെ തേടി ഇറങ്ങുന്ന അനിയന്റെ ഒരു സ്റ്റോറിയാണ്. അയാള് ചേട്ടന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തുകയും തുടർന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പ്ലോട്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഈ ഒരു ആവറേജ് ഫീൽ തരാൻ തന്നെ, ഐ മീൻ പേഴ്സണലി എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സന്ദീപ് പ്രതാപ് എന്നുള്ള ഒരു ആളാണ്. നമ്മുടെ അമൽ ഡേവിസ് കിട്ടിലൻ പെർഫോമൻസിനായിരുന്നു. ആളുള്ള സീക്വൻസ് ഒക്കെ ഒരുവിധ എല്ലാ സീൻസിലും ഉണ്ട്. എങ്കിലും ആളുടെ ആ ഒരു കൗണ്ടറും കാര്യങ്ങളും ചിരിയും എല്ലാം രസമായിട്ടുണ്ട്. നല്ല കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയി തന്നെ പറയണം. പിന്നെ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാഭവൻ ഷാജോൺ അടുത്തിടെ കണ്ടിറങ്ങിയ സീരിയസ് വേഷങ്ങളൊന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് കോമഡി ഒക്കെ ആയിട്ട് തിരിച്ചു എത്തി എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. നല്ല രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു ആളുടെയും. പിന്നെ ഇതിനകത്ത് ചമ്മൻ ചാക്കോന്റെ എഡിറ്റിംഗ്, പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാവുന്നത് നമ്മുടെ മാത്യു തോമസും ഫ്രണ്ട്സും കൂടി കൂർഗിലേക്ക് ടൂർ പോകുന്ന സമയത്ത് ഒരു സോങ് ഉണ്ട്. അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രസമായിട്ടുണ്ട്. ആ ഒരു വണ്ടിയുടെ ഒരു ട്രാൻസിഷൻസ് പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റോറി വൈസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ആണ്. ആ സ്റ്റോറി നമുക്ക് എന്താണ് ക്ലൈമാക്സ് എന്നൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാം. അതൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു വാവ് ഫാക്ടർ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല. ബട്ട് കുറെ കോമഡി കുറെ സംഭവങ്ങളുണ്ട്, ചിരിക്കാൻ അത്യാവശ്യം ഉള്ള സാധനം ഒന്നും തന്നെയാണ്. ഒട്ടും ബോറടിക്കൊന്നുമില്ല, ബട്ട് കണ്ടിരിക്കാം, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാവുന്ന സാധനങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ച് അവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. മാത്യുയുടെ ഒരു ഹൈപ്പർ, ആ ഒരു ദേഷ്യം കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് അത്ര വലിയ ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഓവറോൾ ഇറ്റ്സ് ഫൈൻ. കണ്ടിരിക്കാവുന്ന, തിയേറ്ററിൽ പോയി ജസ്റ്റ് കണ്ടിരുന്ന് ചിരിച്ചു പോരാവുന്ന ഒരു സിനിമ. അതിനപ്പുറത്തോട്ട് വലിയൊരു സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെയാണ് റോമൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ